ഡോക്ടർ ഹാരിസിന് പിന്നാലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷാമ പ്രതിസന്ധി വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഒരു രോഗിയുടെ ബന്ധു. അതായത് ഈ രോഗിയുടെ ബന്ധു പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാകും ഡോക്ടർ ഹാരിസ് എന്താണ് പറഞ്ഞത്. അതിനൊരു അന്വേഷണത്തിന്റെയും ഒരു ആവശ്യവുമില്ല. കാരണം കൃത്യമായി തന്നെ അവർ അത് പറയുന്നുണ്ട്. യൂറോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയയ്ക്ക് ഉപകരണം വാങ്ങാൻ 8 രോഗികളിൽ നിന്ന് 4000 രൂപ വീതം ആവശ്യപ്പെട്ടെന്നും 2000 രൂപ നൽകിയെന്നും രോഗിയുടെ ബന്ധു മനോരമ ന്യൂസിനോട് വെളിപ്പെടുത്തി. കാരുണ്യ പദ്ധതി, മരുന്ന്, ഉപകരണം വാങ്ങൽ തുടങ്ങിയവയിൽ 2000 കോടിയിലേറെയാണ് കുടിശ്ശിക. ഇതോടെ വിതരണ കമ്പനികൾ ആശുപത്രികളെ കൈയൊഴിഞ്ഞതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. യൂറോളജി വിഭാഗത്തിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ട രോഗിയുടെ ബന്ധുവിനെ ഞങ്ങൾ കണ്ടു. പറഞ്ഞു ഞങ്ങൾക്ക് നിവർത്തിയില്ല, പൈസയൊന്നും ഇത്ര അടയ്ക്കാനൊന്നുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, നിങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾക്ക് ഈ മിഷ്യൻ എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞു. 5-6 പേരുണ്ടായിരുന്നു രോഗികൾ. അവരോടെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ ഉള്ള 5000 ഒക്കെ കൊടുത്തവരും ഉണ്ട്. ഞങ്ങളെ ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 2000 രൂപ കൊടുത്തു. ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, ഈ മിഷ്യൻ മേടിക്കാനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പിരിവെടുക്കേണ്ടി വരുന്നത് കോടികൾ മരുന്ന് ഉപകരണ വിതരണ കമ്പനികൾക്ക് നൽകാനുള്ളത് കൊണ്ടാണ്.